കാലം കണ്ണീരാ അമ്മയോർക്കുന്നു. കാലം കണ്ണീരാ അമ്മയോർക്കുന്നു. പോയി മറഞ്ഞെന്നാലും നീ ലോകത്തിനോളം അമ്മേ പോലാരും സ്നേഹം വാരി തൂകിയിട്ടില്ല. ഇനി നാടും പനിനീർപ്പൂക്കൾ നിൻ പാദങ്ങളിൽ വച്ചിതാ. അമ്മേ, പാവങ്ങൾ തന്നമ്മേ, പ്രണാമം. നിൻ കാരുണ്യം അനേകർക്ക് ക്രിസ്തുവിൻ പരിമളം പകർന്ന മദർ തെരേസായേ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ അമ്മയെ ഒത്തിരി സ്നേഹിച്ച ഒരു വിശുദ്ധയുടെ തിരുനാളാണ്. മദർ തെരേസയുടെ ഫീസ്റ്റ് ആണെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും പാവങ്ങളുടെ അമ്മയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുകയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള എന്ന് പറഞ്ഞാൽ, ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച ഒരു വിശുദ്ധ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മദർ തെരേസയാണ്. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന വിശുദ്ധരുടെ ഗണത്തില് മദർ തെരേസയുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് മദർ തെരേസയോടൊക്കെ ഇത്ര സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അതിന് കാരണം എങ്ങനെയാണ്? മദർ തെരേസ ചെയ്ത വിപ്ലവാത്മകമായ കാര്യങ്ങളാണ്. ഞാൻ കുറച്ച് വർഷങ്ങൾക്കൊക്കെ, ഈ കൊറോണയ്ക്കൊക്കെ മുമ്പ് കൽക്കട്ടയിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ധ്യാനിപ്പിക്കാനായിട്ട് പോയിരുന്നു. അവിടെ പോകുന്ന സമയത്ത്, സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പോലും നമ്മളിങ്ങനെ ഈ മദർ തെരേസയെ കുറിച്ച് അവർ പങ്കുവെക്കുന്നത് ഇങ്ങനെ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുക. അവർ പറയുന്നത് ഇങ്ങനെയാണ്, അവരുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്. ഒരു ഓട്ടോയിലൊക്കെ പോകുന്ന സമയത്ത് ആ ഓട്ടോക്കാരൻ ഇങ്ങനെ പറയാണ്, ഞാനിങ്ങനെ മദർ തെരേസയുടെ അവിടേക്ക് വന്നതാന്നൊക്കെ പറയുമ്പോൾ അവരുടെ ജീവിതത്തിലുള്ള മദർ തെരേസയുടെ സ്വാധീനമൊക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് മദർ തെരേസനെ ആ നാട്ടുകാര് അല്ലെങ്കിൽ ഇത്രയും അധികം കാരുണ്യ പ്രവർത്തികളൊക്കെ മദർ തെരേസയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, മദർ തെരേസ പരിശുദ്ധ അമ്മയെ ഏറ്റവും സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ച ഒരു വിശുദ്ധയായിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് അത്ഭുതങ്ങള് പരിശുദ്ധ അമ്മയോട് ചേർന്ന് മദർ തെരേസയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. ഈ ലെബനോനിൽ ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. അപ്പൊ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ പോയിട്ട്, അവിടെ ഒരു റെസ്ക്യൂവിന് വേണ്ടിയിട്ട് ഒരു ആശുപത്രിയിൽ പോയിട്ട് അവിടെ കുറെ അനാഥ കുട്ടികളുണ്ട്, അവരെ രക്ഷിക്കാനായിട്ട് മദർ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അവിടെയുള്ളവരും അവിടെയുള്ള മറ്റുള്ളവരും പറഞ്ഞു അവിടെ പോകാൻ പറ്റില്ല, കാരണം അവിടെ വലിയ യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞപ്പോ മദർ അവിടെ നിന്ന് കയ്യിൽ ജപമാല എടുത്ത് മാതാവിനോട് ചേർന്ന് മാതാവേ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു രാത്രി തീരും മുമ്പേ എന്ന് പറയുന്ന രീതിയിൽ ആ യുദ്ധം അവസാനിപ്പിക്കുകയും മദർ തെരേസയ്ക്ക് അവിടെ പോയി ആ അനാഥ കുട്ടികളൊക്കെ എടുത്തുകൊണ്ടുപോകാൻ പറ്റാം. ഇനി ഇന്ത്യയില് മദർ തെരേസയുടെ ഒരു സ്ഥാപനമൊക്കെ ബീഹാറിലുള്ള സമയത്ത്, ബീഹാറിൽ വലിയൊരു സ്റ്റാർവേഷനൊക്കെ വന്നപ്പോൾ, വലിയ ഒരു ആഭ്യന്തര ഇതുപോലെ യുദ്ധവും അതുപോലെ തന്നെ പട്ടിണിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ 100-ലധികം പേർക്ക് ഭക്ഷണം കൊടുക്കാനില്ല എന്ന് പറയുന്ന സങ്കടമായിട്ടിരിക്കുന്ന സമയത്ത് മദർ തെരേസ വേഗം സിസ്റ്റർമാരെയൊക്കെ വിളിച്ചിട്ട് നമുക്ക് മാതാവിന്റെ അടുത്ത് പോയിരിക്കാന്ന് പറഞ്ഞിട്ട് മാതാവിന്റെ അടുത്ത് പോയിരിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വലിയ ട്രക്ക് വന്ന് അത് നിറച്ച് ചോറും അരിയും അതുപോലെ തന്നെ ഗോതമ്പും ഒക്കെ കൊണ്ടുവന്ന കാര്യം. അതുപോലെ തന്നെയാണ് മദർ ഒരു ദിവസം ഇങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. മദർ പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചോ, അമ്മ ഇടപെടുന്നു പറഞ്ഞിട്ട് മാതാവ് ഈ മദർ തെരേസ ചൊല്ലിയിരുന്ന ഒരു റോസറി ഈ പുള്ളിക്കാരന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം അത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച സ്ഥലങ്ങളിലൊക്കെ ക്യാൻസർ രോഗിയുടെ ക്യാൻസർ മാറുന്നു, ഏറ്റവും അബ്നോർമൽ സ്റ്റേജിലായിട്ടുള്ള മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നൊക്കെയുള്ളത് പിന്നീട് രേഖപ്പെടുത്താണ്. എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ മദർ തെരേസയുടെ ജീവിതത്തിൽ ഇടപെട്ട ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കേൾക്കാം. അങ്ങനെയാണ് പിന്നെ മദർ തെരേസ ഇങ്ങനെ പാവങ്ങളുടെ അമ്മയായിട്ട് അമ്മ തന്നെയാണ് ജപമാല ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അമ്മ കുറേ അധികം ജപമാല ഇത്രയും തിരക്കുകളുടെ ഇടയിൽ ഉണ്ടാക്കിയിരുന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ജപമാല തന്നെ ഉണ്ടാക്കി പ്രചരിപ്പിക്കും. എനിക്ക് കുറേ പേരുണ്ട്, അച്ഛന്റെ മുമ്പത്തെ ഇടവകയിൽ ഉണ്ടായിരുന്നവരും. നമുക്ക് 1,00,000-ലധികം ജപമാലയൊക്കെ നമ്മൾ ഈ പാവങ്ങൾക്കൊക്കെ വിതരണം ചെയ്തിരുന്നു. അത് വളരെ ഫ്രീ ആയിട്ടൊക്കെയുള്ള രീതിയിൽ നല്ല ജപമാലയൊക്കെ. അപ്പൊ ഈ ജപമാലയൊക്കെ കെട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലൊക്കെ കുറെ കെട്ടുപാടുകൾ ഉണ്ടായിരുന്നു. എനിക്കുള്ള പരിചയമുള്ള എൻ്റെ അമ്മമാരൊക്കെ പറഞ്ഞ കാര്യമുണ്ട്, പക്ഷെ അച്ഛൻ ഞങ്ങൾ ജപമാല കെട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോവാം.
സ്നേഹമുള്ളവരെ, നമുക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ മദർ തെരേസ ഡേ ഫീസ്റ്റിന്റെ അന്നൊക്കെ ഒരു തീരുമാനം എടുക്കുക. അമ്മമാർ എത്ര പേരാണ് വെറുതെ ഇങ്ങനെ റീൽസ് ഒക്കെ നോക്കി കുറേ അധികം സമയം കളയുന്നവര്, ആവശ്യമില്ലാത്ത കുറെ വീഡിയോകൾ, ഈ ദിവസങ്ങളിലെ കുറെ വിവാദങ്ങളൊക്കെ കേട്ടാൽ ചിരി വരില്ലേ? ഓണം ആഘോഷിക്കണോ, ഓണം ആഘോഷിക്കുന്നത് ശരിയാണോ, എന്തൊക്കെ കാര്യമുണ്ട് സ്നേഹമുള്ളവരെ. നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളുടെയൊക്കെ പേരിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ ദേശീയോത്സവത്തിന്റെ ആ ഒരു ആഘോഷത്തിന്റെ മൂഡൊക്കെ കളയാനൊക്കെ നമ്മൾ എന്തിനാണ് വെറുതെ സമയം കളയുന്നത്? നമുക്ക് ഏറ്റവും നല്ല കുറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ? ജപമാല ചൊല്ലി, ജപമാല കെട്ടാൻ പഠിച്ച്, ജപമാല പ്രചരിപ്പിച്ച്, പരിശുദ്ധ അമ്മയെ കുറിച്ചൊക്കെ അറിഞ്ഞ് ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതമൊക്കെ നമുക്ക് തുടങ്ങിയൂടെ? ഇതൊക്കെ വളരെ നിസാര പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾ എന്നെ മറന്ന് കുപ്പത്തൊട്ടികൾ തേടിപ്പോയി. നമ്മൾ ഇന്ന് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ ഇങ്ങനെ പരിശുദ്ധ അമ്മയെയും ഈശോയെയും ഒക്കെ മറന്നിങ്ങനെ ഈ വേടന്റെ കയ്യിലെ ചെറിയ പച്ചില കണ്ടു പോണ ആൾക്കാരെ പോലെയാവും. ഞാനൊരു പുസ്തകം എഴുതിയപ്പോൾ അതിലിങ്ങനെ ഒരു ടാഗ്ലൈൻ ഇങ്ങനെയാണ്: വേടന്റെ കയ്യിലെ പച്ചില കണ്ട് പോകുന്ന അജത്തെ പോലെ മനുഷ്യരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഒരു പച്ചിലയൊക്കെ തേടിപ്പോയിട്ട് അവരുടെ ജീവിതം തന്നെ കുരുക്കിലാവുക. എത്ര സംഭവങ്ങൾ കേൾക്കണം, എത്ര എത്ര ഇൻസിഡന്റുകൾ നമുക്ക് കേൾക്കണം. അത് നമ്മുടെ വെറുതെ നമ്മൾ ഡീവിയേറ്റ് ചെയ്തുകൊണ്ടല്ലേ. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും ഒക്കെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് ജീവിക്കേണ്ടതിന് പകരം മറ്റു പല കാര്യങ്ങളിലേക്കൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് അനാവശ്യ രോഗപീഠകൾ, അനാവശ്യ പ്രഷറുകളൊക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ഈ അമ്മയുടെ തിരുനാൾ ദിവസം ഒരു തീരുമാനം എടുക്കാം. അമ്മയോട് പറയാം, പരിശുദ്ധ അമ്മയെ, എൻ്റെ ജീവിതം ഒരു മാറ്റമുള്ള ജീവിതമാവണം. എനിക്ക് ജപമാല ചൊല്ലണം, അമ്മയോട് ചേർന്ന് ജീവിക്കണം, ജപമാല പ്രചരിപ്പിക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉള്ളിലൊരു പ്രചോദനമൊക്കെ ഉണ്ടെങ്കിൽ പറയണം. അതിങ്ങനെ ചിലരൊക്കെ പറയാം, ഞങ്ങൾക്ക് ഇത് എങ്ങനെ കെട്ടണ്ടേന്ന് അറിയില്ല. അങ്ങനെയുള്ളവരൊക്കെ നമുക്കുണ്ട്. ഇപ്പൊ നിങ്ങളൊരു ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ അവർ വന്ന് നിങ്ങൾ ഈ കെട്ടാനൊക്കെ, ജപമാല കെട്ടാനൊക്കെ പഠിപ്പിക്കും. അത് കുറേ അധികം മക്കൾക്ക് അതൊരു അനുഗ്രഹമൊക്കെ ആയിട്ട് തീരും. അപ്പൊ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും തിരുനാളിന്റെ അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അമ്മ, പരിശുദ്ധ അമ്മ നമ്മുടെ സഹായത്തിന് എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കാലം കണ്ണീരാ അമ്മയോർക്കുന്നു, പോയി മറഞ്ഞെന്നാലും നീ ലോകത്തിനോളം അമ്മേ പോലാരും സ്നേഹം വാരി തൂകിയിട്ടില്ല. ഇനി നാടും പനിനീർപ്പൂ